Yo, what's up gamers? Welcome back to my channel. It's me, VV, and you're watching on Vijaykumar Concept. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അടുത്ത വീഡിയോ ഇട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഓടിയുടെ ഫ്രണ്ടിൽ ഒരു ഓട്ട വല്ലവനും കൊണ്ട് ഇടിച്ചതായിരിക്കും ഗൈസ്. റോട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്തോടെയാണ് കയറിപ്പോണത്. അതുകൊണ്ട് തന്നെ വല്ലവനും കയറി ഇടിച്ചിട്ട് പോയതായിരിക്കും. ഏകദേശം ഇതെല്ലാവരും ഷിൻഷാൻ്റെ ഒരു ബോളല്ലേ കാണുന്നത്. ഷിൻഷാൻ ചിലപ്പോൾ ബോൾ വെച്ച് അടിച്ചതായിരിക്കുമോ? ഞാനല്ല ഫ്രണ്ട്ലൈനാണ്. ഞാൻ ചോപ്പിന് പാസ് കൊടുത്ത ചോപ്പ് അടിക്കാത്തതാണ്. അത്ര കുരച്ച് കാണിക്കണം. പക്ഷെ ഇവരൊക്കെ കൂടി എൻ്റെ വണ്ടി എന്തിനാണോ പൊട്ടിച്ചത്? എന്താണ് നിൻ്റെയൊക്കെ കുഴപ്പം? നിന്നെ ഞാൻ വല്ല ചെയ്യാൻ വന്നാളാ ചോപ്പേ. ചുമ്മായിരുന്നു എൻ്റെ വണ്ടിക്കിട്ട് തന്നെ ഇവന്മാരൊക്കെ മണിഞ്ഞല്ലോ ഗൈസ്. ഈ ഗതി ആർക്കും കൊടുക്കല്ലേ. അപ്പോൾ എല്ലാം ഇനി അമ്മമാർക്കിട്ട് ഞാൻ പണിയും ഗൈസ്. ഷിൻഷാൻ്റെ മോനെ, നിനക്ക് എന്തിൻ്റെ ഇതാ? എന്നാൽ നീ എന്നാ പിടിക്ക്. രണ്ടുപേരും പിടിച്ചോ. എന്നാ പിടിച്ചോളാം. എൻ്റെ വണ്ടിയെ തൊട്ട് കളിച്ചാ തമ്മുനു മേനു ചാല ഡേഞ്ചറസ്. എൻ്റെ അടുത്ത് എൻ്റെ വണ്ടി കയറി. നിൻ്റെ അങ്കിളായതുകൊണ്ട് ഇത്ര തരണുള്ളൂ. വല്ലവനും ആണെങ്കിൽ അവനിപ്പോൾ ചത്ത് കിടക്കും RIP പോസ്റ്റിൻ്റെ അടിയിൽ. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് നമ്മൾ അടിച്ചില്ലടാ ചോപ്പ്. ഞാൻ എവിടെയെങ്കിലും ഫുട്ബോൾ അല്ലാതെ അടിച്ചതിന് അയാൾ ഇങ്ങനെ അടിച്ചത് എന്തിനാണ് നമ്മളെ ചുമ്മാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലടാ സേവ് ചെയ്യാൻ. എന്നിട്ട് നീ സേവ് ചെയ്യാത്തോണ്ടല്ലേ അയാളെന്നെ അടിച്ചത്. മരങ്ങോട്ട് പോയി ഗൈസ്. എന്തായാലും ഞാൻ അത്ര ചെയ്യേണ്ടായിരുന്നു. മോശമായി പോയി ഗൈസ്. പക്ഷേ വിഷമമൊക്കെ വരാറുണ്ട്. പക്ഷേ വേണ്ടായിരുന്നു, അങ്ങനെ ചെയ്യേണ്ടായിരുന്നു ഗൈസ്. പാവം ഷിൻഷാൻ. എന്തായാലും ആട്ടെ ഗൈസ്. നമുക്ക് എന്തായാലും വണ്ടി കൊണ്ട് ബെന്നിയണ്ണൻ്റെ കടയിൽ കൊടുത്ത് ശരിയാക്കിയിട്ട് വരാം. ഓക്കെ, നിങ്ങളിപ്പോൾ തന്നെ എൻ്റെ ലുക്കൊക്കെ നോക്കി. ഞാൻ വരുമ്പോൾ എൻ്റെ ലുക്കൊക്കെ മാറ്റിക്കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ബെന്നിയാണ് പാവം പിള്ളേർ കേസ്. എൻ്റെ ഫുട്ബോളൊക്കെ റോട്ടിൽ കിടക്കണം. ചുമ്മാ ഒന്നടിച്ചാണ് കേസ്. അടിക്കണ്ടായിരുന്നു കേസ്, പാവം കൊച്ച്. ഓക്കെ ഗൈസ്, നമ്മൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്നലത്തെ വീഡിയോയ്ക്ക് 100 പെട്ടെന്ന് തന്നെ കയറി. നമ്മുടെ 100 വ്യൂസൊക്കെ 4 മണിക്കൂറിൽ ഞാൻ നോക്കിയപ്പോൾ 0 ആയിരുന്നു. പിന്നെ ഞാൻ അന്ന് തംബ്നെയിലൊക്കെ മാറ്റിയപ്പോൾ അത് സെറ്റായി. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരാം. പിന്നെയാണ് അവിടെ തന്നെ ഉണ്ട്. 6 hours later. രാത്രിയായിട്ടുണ്ട്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ കണ്ട ഈ ഇത് കണ്ട ബാക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നൈട്രോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലാസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് വണ്ടി. നന്നായിട്ട് ബ്ലാസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ GTA 5 മലയാളം എന്ന് പറയുന്ന ഒരു മച്ചാനുണ്ട്. നമ്മുടെ കൂട്ടുകാരനാണ്. അയാളിപ്പോൾ ഇത്രയും 145K ഒക്കെ കഴിഞ്ഞു. പക്ഷേ ഞാനിപ്പോഴും ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കും പെട്ടെന്ന് 1K ഒക്കെ അടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഹോബി ഇഷ്ടപ്പെടുന്ന അറിയില്ല. ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ലൈക്ക് ചെയ്യുകയെന്ന് പറഞ്ഞു. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വീഡിയോ കാണും. നല്ല മഴയൊക്കെ ഉണ്ട് വീട്ടിൽ. വീട് ഇപ്പോൾ ചോർച്ചയൊക്കെ ഉണ്ട് കേട്ടോ. ഷെഡിൻ്റെ അകത്തൊക്കെ ഇപ്പോൾ ചോർച്ചയൊക്കെ കണ്ട ചോർച്ച കണ്ടോ. നമുക്ക് രാത്രി തന്നെ ഇടാം. നമ്മുടെ ഓടിയതുകൊണ്ടാണ് ഇവിടെ ഇടുന്നത്. വേറെ വല്ല വണ്ടിയാണെങ്കിൽ നമ്മുടെ വണ്ടി ഒരു മോട്ടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ഈ വണ്ടി ഇങ്ങനെ മോട്ടിക്കില്ല. ഇതാണെങ്കിൽ മറ്റേ ഇതിൻ്റെ അല്ലേ, മറ്റേ ബുള്ളിൻ്റെ ആയതുകൊണ്ട് അതിനെ മോട്ടിക്കില്ല. അപ്പോൾ ഇവിടുത്തെ ഇത് പന്നിട്ടാടാ ഷിൻഷാനെ വേണ്ടി ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. ഷിൻഷാനും ജോഫിനും വേണ്ടി. അവന്മാരുടെ അടുത്ത് ഇങ്ങനെ പെരുമാറണ്ടായിരുന്നു. വണ്ടിയല്ലേ കേസ്, അതിന് എൻ്റെ പൈസയൊക്കെ ഉണ്ടായിരുന്നു. ഷിൻഷാൻ ഇവിടെ ഇല്ലേ? സാധാരണ ഹോംവർക്ക് ചെയ്യുന്ന നേരത്ത് ഇവിടെ വന്നിരിക്കുന്നതാണ് കേസ്. ഷിൻഷാനെ ചോപ്പും ഇല്ല ഇവിടെ. ഷിൻഷാനെ ചോപ്പിനെ കാണാനില്ലല്ലോ ഗൈസ്. അവന്മാരെവിടെ പോയി കാണും? ഇന്തമാതിരി നേരത്തിൽ അവന്മാർ എങ്കേയും പോവാൻ ചാൻസേ ഇല്ല ഗൈസ്. എங்கே പോയി തൊളഞ്ചാണോ തെറിയില്ല. അവന്മാരെവിടെ പോയോ എന്തോ ഗൈസ്, എനിക്കറിയില്ല. ഇത് നമുക്കൊന്നും കൂടെ ഫ്രണ്ട് TV ഹാളിൽ പോയി നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഷിൻഷാൻ്റെ മൊബൈലിൽ വിളിച്ച് നോക്കാം. ഓക്കെ, ഷിൻഷാൻ്റെ മൊബൈലിൽ ബിസിയാണെന്നാണല്ലോ കാണിക്കുന്നത് ഗൈസ്. ബിസിയോ ബിസിയാണല്ലോ അവൻ. എന്ത് ചെയ്യും അറിയില്ല. ഇവിടെ
എടാ കക്കൂസ് ഉണ്ടല്ലോടാ ഷോപ്പേ. എനിക്ക് രാത്രി മുള്ളാൻ മുട്ടിയിട്ട് ഞാൻ കക്കൂസിൻ്റെ അകത്ത് അപ്പി വിട്ട് മുള്ളുകയും ചെയ്തു. എവിടെ കിടക്കും ഈ ഫ്രിഡ്ജിൻ്റെ ഒക്കെ തടുന്നാലാ? ചോപ്പ എന്ത് ചെയ്യടാ? നീ ഒന്ന് പറയടാ. ഞാൻ എന്ത് പറയാനാടാ, നീ അല്ലേ എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നേ. നീ പറഞ്ഞ് നല്ല ഈസി സ്ഥലമാണ്. പിന്നെ എനിക്കും അറിയാം എൻ്റെ പിള്ളേരൊക്കെ ഇവിടെ ജീവിക്കുന്നത്. എന്നെ വീട്ടിലോട്ട് കയറ്റാൻ പറ്റാത്ത ഫ്രാങ്ക്ലിൻ ബൈ കാരണമാണ് എനിക്ക് വീട്ടിലോട്ട് കയറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ പിള്ളേരെ വീട്ടിൻ്റെ അകത്ത് കൊണ്ടുവരുമായിരുന്നു. നീ ഇപ്പോഴും നിന്റെ പിള്ളേരെ വെച്ചോണ്ടിരുന്നോ? പിള്ളേരെന്നും പറഞ്ഞോണ്ടിരുന്നാ മതി നീ അവിടെ. ഫ്രാങ്ക്ലിൻ ബൈ ഇപ്പോഴും നീ പേടിച്ചോണ്ട് നടക്കാനുള്ളടാ. ഫ്രാങ്ക്ലിൻ ബൈ പറയുമ്പോൾ നീ പേടിച്ച് മുള്ളൂല്ലടാ. ഇപ്പം എടുത്തോണ്ട് ഓടൂലടാ. നിനക്ക് വല്ല ഇതും ഉണ്ടോടാ? എയിമുണ്ടോ ഷിൻച? അല്ല നിനക്ക് ചോപ്പേ? ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുന്നു. അവിടെ ഒരു പിള്ളേർ 2 അവിടെ നിന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൊച്ചൊരു പട്ടി. ഞാൻ എന്തായാലും പോയി അവരെ കിഡ്നാപ്പ് ചെയ്തിട്ട് വരാം. നമുക്ക് പിന്നെ പിള്ളേരെ കാലത്തുനിന്ന് ജോലി ചെയ്തുകൊണ്ട് പേടിക്കണ്ട. ബോംബെയിലോട്ട് ഇവരെ 24 hours ആരും അറിയാതെ ഞാൻ പോലും അറിയാതെ കൊണ്ട് ഹാൻഡ്സ് അപ്പ്. എന്റെ ഒറിജിനൽ തോക്കാണ്. വേണമെങ്കിൽ വെടി പൊട്ടിച്ച് കാണിച്ചു തരാം. കൊണ്ടാടാ വെടി വേണ്ട പോലെ എല്ലാത്തിനെയും ഹെഡ് അടിച്ചങ്ങ് ഇടും കേട്ടാ. നിനക്കെന്നെ അറിയില്ല കേട്ടാ. ഇതുവരെ ഷിൻചാനെ വിളിച്ചിട്ട് കിട്ടിയില്ല ഗൈസ്. അവൻ എവിടെ പോയിരിക്കുകയാണോ എന്തോ അറിയില്ല. അവനെന്തായാലും എൻ്റെ അടുത്ത് വഴക്കിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും. ഷിറ്റ്, ഈ ഷിൻചാനെ കൊണ്ട് തോറ്റി ഗൈസ്. ഒന്ന് ചെറുതായിട്ട് വഴക്ക് പറഞ്ഞാൽ തന്നെ അവൻ ചെറിയ ലോല മനസ്സനായതുകൊണ്ട് അവൻ പെട്ടെന്ന് വീട് വിട്ടൊക്കെ ഇറങ്ങിപ്പോകുന്നു ഞാൻ വിചാരിച്ചില്ല. അതുമില്ലാതെ ഇത് മഴയായതുകൊണ്ടാണ് എനിക്ക് ചെറിയ പേടി. മഴയത്ത് ഈ വണ്ടിയൊക്കെ ഒന്നാമത് കൺട്രോളില്ല ഈ GTA5. എൻ്റെ ഇടയിൽ കൊണ്ട് വല്ല സ്ലിപ്പായോ വല്ല ഷിൻചാൻ്റെ നെഞ്ചത്തോ എല്ലാം കയറിയോന്നും അറിയില്ല. എനിക്ക് ചെറിയ പേടിയാണ്. ഷിറ്റ് ഗൈസ്, ഞാൻ വഴക്ക് പറയണ്ടായിരുന്നു ആ പാവത്തിന്. പാവം ഷിൻചാൻ. ഇത്രയും പാവം കൊച്ചാന്ന് നീ അറിഞ്ഞില്ല. ഇനി എന്ത് ചെയ്യും ഗൈസ്? ഈ ഷിൻചാനൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ തന്നെ സെൻറ്റിമെൻ്റ് അടിച്ച് പോണ ചെക്കനേ ഉള്ളൂ. இந்த மாதிரி നേരത്തിലെ വീരന്മാർ അടിക്കടി ചൊല്ലുവെന്ന കാര്യം തരുമാ ലെസ്റ്റർ. ആ കാര്യം അങ്ങ് വിട്ടുപോയി ഗൈസ്. നമ്മുടെ കൂട്ടത്തിൽ ഒരു ഹാക്കറുണ്ട്. അവൻ്റെ പേരാണ് ലെസ്റ്റർ. ഉങ്ങളോട് ഡെവിൽ ഇങ്ങത്തായിരിക്കെ. ഞാനാണ് നിങ്ങളുടെ ഡെവിൽ. ഈ ഫ്രാങ്ക്ലിനെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. എൻ്റെ പിള്ളേരാരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ 2 മിനിറ്റുള്ളിൽ പിള്ളേരിവിടെ എത്തും. 2 അല്ല 5 മിനിറ്റുള്ളിൽ പിള്ളേരിവിടെ എത്തും. അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ്റെ പേര് നിങ്ങൾ ഫ്രാങ്ക്ലിൻ ക്ലിൻ്റൺ എന്ന് മാറ്റിയിട്ട് വേറെ വല്ല കേട്ടോ. അത്രേ ഉള്ളൂ. 5 ഡയലോഗിന് ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ. A few moments later. வந்துட்டாடா உங்களோட தலைவன். ഗൈസ്, എനിക്ക് ഇന്ന് രാവിലെ തന്നെ തമിഴ് സിനിമ കണ്ടപ്പോൾ ഇത് കിട്ടി. രജനീകാന്തിൻ്റെ ഇത് കണ്ട് ഞാൻ. ഇങ്ങനെ ലിയോയും ഗോട്ടും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് കണ്ട്. ഇതേടാ ലെസ്റ്റർ ഒരു പരിപാടി ഉണ്ട്. എൻ്റെ കൂട്ടുകാരനല്ല എൻ്റെ അനന്തരവനായ ഷിൻചാനെ കാണുവാനില്ല. അതുകൊണ്ട് ഷിൻചാനെ എനിക്ക് കണ്ടുപിടിച്ച് കിട്ടണം. എത്ര പൈസ എന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ തരും. നീ ഇപ്പോൾ വാഷിംഗ് മെഷീൻ്റെ അകത്തിട്ട് ഇളക്കണ പൈസയുടെ 10 ഇരട്ടി ഞാൻ തരും നിനക്ക്. എത്രയാണെന്ന് പറ. തമ്മിലങ്ങനെ പൈസയുടെ കിടക്കൊക്കെ ഉണ്ടോടാ? അങ്ങനെയൊന്നും വേണ്ട, ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് തന്നെ എടുത്തുതരാം. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ലടാ ലെസ്റ്റർ. എനിക്കാണെങ്കിൽ ഇത് എങ്ങനെയായാലും പെട്ടെന്ന് തന്നെ വേണം. എന്നാ നീ ഒരു എൻട്രി ഫീസ് ആയിട്ട് 10,000 രൂപ ഇട്. ബാക്കി ഞാൻ GPayയിൽ 1 ലക്ഷം രൂപ ഇടാൻ പറയാം. 1 ലക്ഷമാണ് ചോദിച്ചെങ്കിൽ ഞാൻ 1.5 കോടി തരുവാടാ നിനക്ക്. നമുക്ക് പരിപാടി തുടങ്ങാം. ലെറ്റ്സ് ഗോ. എനിക്ക് നമ്പർ കിട്ടി. അവന്മാരൊരു ഡാമിന്റെ അടുത്ത് നിൽക്കാന്നാ പറഞ്ഞു. നീ പൈസ കൊണ്ട് ചെല്ല അങ്ങോട്ട്. 1 hour later. ഓക്കെ ഗൈസ്, നമ്മൾ പൈസയൊക്കെ സെറ്റാക്കി നമ്മുടെ ലെസ്റ്ററിൻ്റെ ഹോണ്ട സിറ്റിക്കകത്ത് വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലെസ്റ്ററിന് വേണ്ടെന്ന് പറഞ്ഞാൽ കിടന്ന കാറാണ്. ഇത് ഹോണ്ടഡ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ കണ്ടിട്ട് ഷിഫ്റ്റിൻ്റെ ലുക്കുണ്ട് കണ്ടിട്ട്. ഇടയ്ക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്കാണെങ്കിൽ മറ്റേ നമ്മുടെ ഇതിൻ്റെ ഹുണ്ടായി വെർണസിൻ്റെ ഇതും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഈ കാറെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. ഞാൻ ഈ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. റീസ്റ്റാർട്ടാണ് എൻ്റെ GTA5. ഓക്കെ, നമുക്ക് അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ അങ്ങ് കത്തിച്ച് വിടാം.
നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഇതുവരെ എല്ലാ കൂട്ടുകാരും പോയിട്ട് ഗൈസ്. ഫ്രണ്ട്ലിന് അങ്ങനെ തന്നെ പൊക്കോ ഡാമെത്തിയില്ലേ ഞാൻ കാണുന്നുണ്ടല്ലോ ഇവിടെ നിന്ന്. ലെസ്റ്ററിനും പറഞ്ഞ പോലെ തന്നെ ലെസ്റ്ററിനും ഡ്രോൺ ക്യാമറ വിട്ടിട്ടുണ്ട്. ലെസ്റ്ററിനെ എല്ലാവരും കാണുന്നുണ്ട് ഗൈസ്. അങ്ങനെ വണ്ടി ലോക്ക് ചെയ്തു. നിങ്ങൾ പറഞ്ഞ പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ചെക്കനെ ജോബിനെ അങ്ങ് ഇട്ടേക്കും, അല്ലെങ്കിൽ മക്കൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടി വരുമല്ലോ. ചെക്ക് ചെയ്തോ? ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. നിങ്ങൾ ചെക്ക് ചെയ്യണേ, ചെക്ക് ചെയ്യും. എന്താ ഇവിടെ ഒന്ന് കൊന്നേക്കാനും വാടാ, നീ കൂടെ വാ, അല്ലെങ്കിൽ നിന്നെ കൊന്ന എനിക്ക് ആളില്ല. ഇതിനകത്ത് ഇതെന്താണ് ഈ പൈസക്കകത്ത് എന്തോ ഒരു മണ്ണെണ്ണയുടെ മണം, പെട്രോളിന്റെ മണമുള്ളൂ. പെട്രോൾ ലീക്ക് ചെയ്യണമായിരിക്കും. പെട്രോൾ ലീക്ക് ചെയ്യുന്നല്ലടാ, എൻ്റെ അന്ത്യത്തിൻ്റെ മണിയാണ് എങ്ങനെ. ഇപ്പം തന്നെ പേടിക്കേണ്ട മക്കളെ, നിങ്ങളിപ്പോൾ തന്നെ ചാവും. ഷിൻഷനെ ഒന്ന് കണ്ണ് പൊട്ടിക്കോ, ഇപ്പോൾ ഒരു സാധനം നടക്കും. 3, 2, let's go. എടേ നീയൊക്കെ ബെല്ലാസ് ഗ്യാങ്ങിൻ്റെ ആളാണെന്ന് എനിക്കറിയാടാ. എന്നെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞില്ലേ? നിൻ്റെയൊക്കെ ബോസിനെ തട്ടിയത് ഞാനാടാ. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ തടയാൻ നോക്കിയില്ലേ, പറ്റിയില്ല. കാരണം ഈ ഡാമിൽ തന്നെ നിൻ്റെ ബോസിനെ തട്ടി ഞാൻ. ഈ കാറ് ഞാൻ എടുത്തോളാം, ബൈ. അപ്പോൾ ഷിൻഷാനെ വണ്ടിക്കകത്ത് കയറ്റി. അപ്പോൾ ഹോബി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ തരുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഫോക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് ഇനി ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ഗൈസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോക്സ്. ഞങ്ങൾക്ക് വേണ്ടി ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഹാപ്പി അല്ലേ? ഇത്രയും നേരം സാഡായിരുന്നു, ഇപ്പൊ ഹാപ്പിയാ. ഞാനും ഹാപ്പിയാ ഫ്രാങ്ക്ലിൻ. ബൈ. നമ്മളിനി ഇങ്ങോട്ടാന്ന് വെച്ചാൽ ഇങ്ങോട്ട്. നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം? നമുക്കൊന്ന് കറങ്ങാം. എന്നാ കറങ്ങാം, പോവാം. ഗുഡ് ഐഡിയ.